ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിര്യാപുരം കുട്ടി വ്ളോഗ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ആണെങ്കിൽ ഇന്നലെ പറമ്പൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തോ ചെയ്യാൻ പോകുന്നത്, ചീനിക്ക് വെള്ളം ഒഴിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ പണി. ചീനി പിഴുകയാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ചീനിക്ക് വെള്ളം ഒഴിക്കാൻ ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ പണി, അതാണ്. അപ്പോൾ നമ്മൾ ചീനിക്ക് വെള്ളം ഒഴിക്കാൻ വന്നതാണ് പറമ്പിലോട്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാൻ ഇങ്ങനെ നമുക്ക് വെള്ളം ഒഴിക്കണം. കുറേ ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അപ്പച്ചനവിടെ ചീനി കളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചീനിക്ക്. ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ കാണുന്നുണ്ടെന്നുള്ളൊരു സന്തോഷം നമ്മൾ അറിയിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഇനി നമുക്ക് വേണം. എല്ലാവരും ഷെയറൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരും നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള സ്നേഹത്തിൽ അറിയിക്കുകയാണ്. നമ്മൾ ഇതെവിടെ ചീനി പിഴുതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനോടെ പിഴുതിങ്ങനെ ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുന്നു. നമ്മളടുത്ത് ചീനിക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചീനിക്ക് തന്നെ ഒരു വലിയ ഇതും പിന്നെ ഒരു ചെറിയ ബക്കറ്റിൽ നിന്നും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചീനിയുടെ വെള്ളം ഒഴിക്കുന്നതിൻ്റെ അളവ്. ഇതേ ഗൈസ്, നമ്മളിപ്പോൾ ചീനി കുറച്ചൊക്കെ വെളി വന്നിട്ടുണ്ട്. ഇനി ഫുള്ള് എടുക്കണം നമ്മൾ. നമ്മൾ പോയി ആണെങ്കിൽ ഇതിൻ്റെ വെള്ളം ഓഫ് ചെയ്തിട്ട് പൈപ്പിൻ്റെ വെള്ളം ഓഫ് ചെയ്യണം. ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ച് തീരുന്നു. അപ്പോൾ നമുക്ക് 2 ബക്കറ്റിൻ്റെ വെള്ളവും കൂടെ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ച് ടാപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്ക് അത് ചെന്നങ്ങ് ഒഴിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ടാപ്പ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. ടാപ്പ് ഓഫ് ചെയ്തു. ടാപ്പ് ഓഫ് ചെയ്തു. അപ്പോൾ നമുക്കിനി തിരിച്ച് പോയിട്ട് ആ വലിയ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അടുത്ത വെള്ളം നമുക്ക് പോയി ഒഴിച്ചിട്ട് നമുക്ക് ചീനി വീഴുന്നത് നോക്കാം. പൈപ്പ് അങ്ങ് മാറ്റിയിട്ടേക്കാം. അപ്പോൾ വലിയ ഇതിനകത്ത് നമുക്ക് വെള്ളം കൊണ്ടുപോയി ഇനി നമുക്ക് കരിയാപ്പിനും അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ നമുക്കിനി കുറച്ച് വെള്ളമൊക്കെ കൊണ്ടൊഴിക്കണം നമുക്ക് ഗൈസ്. അപ്പം നമുക്ക് പോയി ഒഴിച്ചിട്ട് വരാം ഗൈസ്. ദേ ഗൈസ്, അപ്പച്ചന് നമ്മുടെ ചീനി അവിടെ നമ്മൾ എടുത്തിപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു കർഷകരെ സംബന്ധിച്ച് എന്തായാലും ഇതൊരു സന്തോഷ നിമിഷമാണ്. നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. കാരണം ഇത്രയും നാൾ കഷ്ടപ്പെട്ട് അതിൻ്റെ വളമിട്ടതും വെള്ളം ഒഴിച്ചും എല്ലാം നമുക്ക് ഇതിപ്പം ഒരു ഫലം കിട്ടുമ്പോൾ കർഷകന് ഇതൊരു സ്വർണ്ണത്തിളക്കവും ഒരു സ്വർണം പോലെയാണ് ഇതിൻ്റെ സന്തോഷവും. ഒരു ഇതായിരിക്കും അവരുടെ മനസ്സിൽ എന്തായാലും. അപ്പച്ചനപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ചീനിൻ്റെ ഒരു സക്സസ്സിലെത്തുമ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. നമുക്ക് ഈ കരിയാപ്പിനൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അടുത്ത കരിയാപ്പിനൊക്കെ കൊണ്ടുപോയി വെള്ളം ഒഴിക്കണം ഗൈസ്. അമ്മച്ചി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ബക്കറ്റിൽ ഒഴിച്ചിട്ടേ, വലിയ ബക്കറ്റിൽ നിന്നൊന്നും അമ്മച്ചിക്ക് ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ ബക്കറ്റിലൊക്കെ ഒഴിച്ചിട്ട് അമ്മച്ചി അങ്ങോട്ട് ഒഴിക്കുകയാണ് ഗൈസ്. നമുക്ക് ഈ ബക്കറ്റിനി ഇപ്പോൾ ആ വലിയ ബക്കറ്റിനെ കഴുകി തിരിച്ചു കൊണ്ട് വെച്ചേക്കണം ഗൈസ്. അപ്പോൾ അമ്മച്ചി ഇവിടെ വെള്ളം ഒഴിക്കുകയാണ് ഗൈസ്. മറ്റേ കണ്ടോ ഗൈസ്, നമ്മുടെ പറമ്പപ്പോൾ നമുക്കൊന്ന് വീക്ഷിക്കാമെന്ന് വെച്ച് ഞാൻ നോക്കിയതാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഫുള്ള് ചീനിയായിരുന്നു ഗൈസ്. നമ്മളല്ലാതെ അപ്പച്ചൻ അതിൻ്റെ പിഴുതുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. അപ്പോൾ ഗൈസ്, അപ്പച്ചനത് നമ്മുടെ പിഴുതുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ ചീനി ഇച്ചിരി ദയനീയമായ അവസ്ഥയായിരിക്കും എന്ന് തോന്നുന്നു ഗൈസ്. എല്ലാവരും അപ്പച്ചൻ്റെ ടെൻഷൻ അടിച്ചായിരിക്കും അപ്പച്ചനെ നോക്കുന്നത്. കാരണം ഇതിനൊരു ഫലം നല്ലതാണെങ്കിലല്ലേ സന്തോഷം വരത്തുള്ളൂ ഗൈസ്. അല്ലെങ്കിലും സന്തോഷമായിരിക്കും നോക്കുമ്പോൾ ഗൈസ്. എല്ലാവരുടെ മനസ്സിൽ അയ്യോ ഗൈസ്, നമുക്ക് നോക്കാം ഗൈസ്. അപ്പച്ചൻ റെസ്റ്റ് എടുക്കുകയാണ്. അടുത്ത് നമ്മൾ അപ്പച്ചനെ കളിക്കുന്നുണ്ട് ഗൈസ്. ഗൈസ്, ഓ മൈ ഗോഡ് ഗൈസ്, അതിൻ്റെ അവസ്ഥ ഇച്ചിരി ദയനീയ അവസ്ഥയാണ്. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച പോലൊന്നും ഉണ്ടായില്ലെന്നുള്ളതാണ് ഗൈസ് ഇതിൻ്റെ ഒരു വിഷമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഗൈസ്, ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക് ചീനി.
അപ്പോൾ ഗൈസ് അതിൻ്റെ അവസ്ഥ ഇച്ചിരി ദയനീയമാണ്. ആണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പം ആണെങ്കിൽ തിമിർക്കാനും അടിച്ചു പൊളിക്കാനും ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെൻഷനിലൊക്കെ ഇരിക്കുന്നവർക്കൊന്ന് റിലാക്സ്മെൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ചാനലൊക്കെ നോക്കാം. അപ്പം അടുത്ത കോപ്രായവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.